അതാ ആ കാണുന്ന ഫാനാണോ നിന്റെ അച്ഛൻ? അതെ, ക്രിക്കറ്റിന്റെ വലിയ ഫാനാ ഞാൻ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ അച്ഛനെ കിട്ടി, അച്ഛനെ കിട്ടി. അയ്യോ, അച്ഛൻ താഴെ വീണ് പൊട്ടിപ്പോയല്ലോ. അച്ഛന്റെ ഹൃദയം കണ്ണാടി പോലെയായിരുന്നു. കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് ഇവന്റെ അച്ഛന് ഇവനെ അന്വേഷിക്കുന്നു എന്നാ. മോനെ, നിന്റെ അച്ഛൻ ആരാണെന്ന് നേരിട്ടറിയാൻ ആ കണ്ണട മാറ്റി നോക്കിയാ പോരെ? പക്ഷേ ഞാൻ അതാണല്ലോ. അതെന്ന് വെച്ചാ ആരാ? എന്ന് വെച്ചാ മൂങ്ങയ്ക്ക് രാത്രി മാത്രമേ കണ്ണു കാണൂ. അതുകൊണ്ട് എന്റെ അച്ഛനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ ഞാൻ എത്ര ക്യൂട്ടാണ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. എന്താ കഴിക്കാൻ വേണ്ടത്? വയറ് നിറയണം. അപ്പൊ നിന്റെ വയറ് ഫുള്ളാണല്ലേ? 2 ദിവസം കഴിക്കേണ്ട ഭക്ഷണം ഒരുമിച്ച് കഴിച്ചാലേ എന്റെ വയറ് നിറയൂ. ഫ്രിഡ്ജ് എവിടെയാ ഉള്ളത്? ഇവിടെ ഉണ്ടാവും. ഇവരെന്താ ഈ കാണിക്കുന്നത്? ഇന്നാ പിടിക്കേ, ഇത് കഴിച്ചോ നീയേ? അപ്പൊ നീ കാറാറും ഉണ്ടല്ലേ? അല്ല, കാർ വരുന്നു പറഞ്ഞതാ. കാർ പോയി, വന്നതുപോലെ തന്നെ തിരിച്ചു പോയി. നിങ്ങൾ കാരണം ഇപ്പൊ എനിക്ക് 3ാമത്തെ കൊമ്പ് വന്നു. എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനമായില്ലേ? വേഗം സ്ഥലം വിട്ടോ. മോനെ, എന്നെ ഈ റോഡൊന്ന് മുറിച്ചടക്കാൻ സഹായിക്കാവാ? ഓക്കേ അങ്കിൾ. താങ്ക് യു മക്കളെ. നീ എങ്ങോട്ടായി പോകുന്നേ? എനിക്കറിയില്ല അങ്കിൾ. വെളിച്ചമുണ്ടെങ്കിൽ എനിക്ക് കണ്ണു കാണില്ല. ഇത്രയും ചെറിയ ഹെഡ് ബാൻഡ് ആണോ? അത് റെസ്റ്റ് ബാൻഡ് ആണ്, കയ്യിൽ കെട്ടടാ. അത് ശരി, അങ്ങനെയായിരുന്നോ? നോക്ക്, ഡാൻസ് കോമ്പറ്റീഷൻ ജയിക്കാൻ നീ ആദ്യം ഈ 2 വടികളൊന്ന് പിടിക്കേ. അല്ല, ഇതുകൊണ്ട് കൊട്ടി ഡാൻസ് കളിക്കാനാണോ? അല്ലല്ല, ഈ വടി കാണിച്ച് നീ ജഡ്ജസിനോട് പറഞ്ഞാൽ മതി മെഡൽ കിട്ടിയില്ലെങ്കിൽ നല്ല അടി വെച്ച് തരുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ അങ്ങ് ഈസി ആവും. സംശയമുണ്ടോ? ഏയ് ഹോ, ഹലോ രേ ഹലോ. ഹേയ് ഹലോ രേ ഹലോ. എടാ, നീ എന്നെ അടിച്ചല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അതെ ചേട്ടന്മാരെ, തല്ല് പിടിച്ചത് മതി. എന്നെ ഒന്ന് ഹൂൾ ഔട്ട് പഠിപ്പിക്കോ? ഓക്കേ. അത് ശരി, അപ്പൊ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എന്റെ കാറിന്റെ മൈലേജ് എത്ര പോരാ. ചായ ഉണ്ടാക്കാൻ കിട്ടുമോ കുറച്ച് പഞ്ചസാര? അടികൈ.
അതെ കൂട്ടുകാരെ, കുക്കറിൽ ചിക്കൻ വെച്ചാൽ കുക്കർ കരയും പീസ് പീസ്. ഈ വീട്ടിലേക്ക് ഞാൻ എപ്പോ വന്നാലും ഫാസ്റ്റ് ആയിരിക്കും സർവീസ്. അടികൈ പഞ്ചസാര കിട്ടുമോ? അണി ഞാൻ ദാ ഇവിടെ ഉണ്ട്. എന്റെ അമ്മേ. അയ്യാ. റിപ്പബ്ലിക് ഓഫ് ദ ചാറ്റി അല്ലേ നീ ആരാ? അത് ശരി, ഇപ്പൊ ബാർബർ ആണല്ലേ. എന്റെ ഈ രോമൊന്ന് വെട്ടിത്തരാം, ഇത് വല്ലാണ്ട് വളർന്നിരിക്കുക. അല്ലല്ല, ഞാൻ ബാർബർ അല്ല, ബർബർ. ഇതെന്റെ എൻട്രി മ്യൂസിക്കാ. അച്ഛൻ 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 എന്റെ അച്ഛൻ അച്ഛന്റെ മോൻ. ഞാൻ അച്ഛനെ തേടി ഞാൻ അലഞ്ഞോണ്ടിരിക്കുക. അയ്യോ മോനെ, ഞാൻ നിന്റെ അച്ഛനല്ല. മോന്റെ പേരെന്താണ്? ഞാൻ പറയാം, സോമൻ. ആ അപ്പ ശശി. സത്യം വിനോദ്. വിനോദ് എന്നാ എന്റെ പേര്. വിനോദ് ഫെർണാണ്ടസ്. ബണ്ണിയാണ് നിന്റെ അച്ഛൻ. അപ്പൊ ഞാൻ നിന്റെ മാമനാണ്. കൊച്ചളിയ, കുട്ടിക്ക് ബന്ധങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? വിനോദേ മോനെ, എടാ നീ എവിടെയാണ് മോനെ? വിനോദേ മോനെ. നീ എന്റെ മകനാണോ? നോക്കട്ടെ. അയ്യോ, ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ല. എന്നാ പോയിക്കോ. എവിടെയാണ് എന്റെ മകൻ? മോനെ, നീയായിരുന്നോ ഇത്? പൊന്നു മോനെ. അയ്യോ, ഞാൻ അല്ല. എന്നാ നീ പൊയ്ക്കോ. മോനെ, എന്റെ പൊന്നു മോനെ. നേരത്തെ അച്ഛനായിരുന്നു, ഇപ്പൊ അതേ മകനായി. കൊള്ളാം. ഒരൊറ്റ ദിവസം കൊണ്ട് അച്ഛനും മകനുമായി മാറിയ ലോകത്തെ ആദ്യത്തെ തത്ത ഞാനാണെന്നാണ് തോന്നുന്നത്. ഇതൊരത്ഭുതം തന്നെയാണ്. അതെ ചേട്ടാ, ചേട്ടൻ ഈ കണ്ണടയൊന്ന് മാറ്റിയിട്ട് സ്വന്തം മോനെ അന്വേഷിച്ചുകൂടെ? ഞങ്ങൾ മൂങ്ങുകളാണ്, ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. വെളിച്ചത്ത് കണ്ണു തുറക്കാനല്ലേ? അതെ, അത് നിനക്കെങ്ങനെ അറിയാം? ചേട്ടന്റെ മോനിപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. വരൂ. ദാ ഇതാണ് നിന്റെ അച്ഛൻ. മോനെ, മോനെ. മോനെ, പൊന്നു മോനെ. ഹലോ ചേട്ടന്മാരെ, എങ്ങനെയുണ്ട് ഡി? ഞങ്ങള് ഡി അല്ല ഡാഡായാണ്. അതിന് നമ്മൾ ഇപ്പോഴെന്നല്ല, എപ്പോഴും ഡാഡയാണ്. ഡി ഒന്നും അല്ല. സംശയമുണ്ടോ? എന്റെ പൊന്നു ചേട്ടാ, ഡി എന്ന് പറഞ്ഞാൽ ഡാൻസിങ് ഡ്യൂഡ്. ഞങ്ങളോ? ഡാൻസിംഗ് ഡ്യൂഡോ? നാളെ എന്റെ DC ഉണ്ട്. DC അതായത് ദോശയും ചട്നിയും. അയ്യോ അല്ല, ഡാൻസിങ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നതാണ്. ഞങ്ങളുടെ അടുത്തോ? ഈ നാട്ടിൽ ഒരുപാട് ഡാൻസ് സ്കൂൾ ഉണ്ടല്ലോ, അവിടെ പോയി എങ്ങനെ പഠിക്കേ? ഞാൻ ആദ്യം അങ്ങോട്ട് തന്നെയാ പോയത്. പക്ഷെ എല്ലാവരും എന്നെ കണ്ടുടനെ പേടിച്ച് നിലവിളിച്ച് ഓടാൻ തുടങ്ങി. ആഹാ, എന്ത് അടിപൊളി ഡാൻസ് ആണ്. അതെ ചേച്ചിമാരെ, എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കുന്നേ. 1 2 3 4 5 6 7 8 1 2 3 4 ഓ 5 ടീ, 6 ഓ ടീ. പല വഴി ഞാൻ ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം. യോ ടൈം കോ സൽസ. ഞങ്ങള് ഡാൻസേഴ്സ് അല്ല. സൽസ പോയിട്ട് ഞങ്ങൾക്കൊരു നാടോടി നൃത്തം പോലും അറിയില്ല. ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഫീസ് 3000 രൂപയാണ്. ഏയ്, നിങ്ങൾ കാശിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട.
കാരണം എന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലും ഇല്ല. പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കുമോ? പ്ലീസ് പ്ലീസ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്നതല്ല, നിനക്ക് പഠിപ്പിച്ചു തരാം. ചേട്ടന്മാരെ നിങ്ങൾ അടിപൊളിയാണ്. ഡാൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കെച്ചിങ്. അടുത്തത് മ്യൂസിക്. അവസാന സ്റ്റെപ്പാണ് ഷേക്കിംഗ്. ആ മമ്മി സ്റ്റൈൽ. എനിഹൗ അടുത്തതായി വരുന്നത് കോക്രോച്ച്. ഹണി, നീ വേഗം ആ കുപ്പിയുടെ അടപ്പൊന്ന് തുറക്ക്. അടിപൊളി, സൂപ്പർ. ഓ മൈ ഗോഡ്, മൈ റോമിയോ. ഇവന്റെ ഡാൻസ് കൊള്ളാം, എന്നെ ഒന്ന് പഠിപ്പിക്കുക. അല്ല, ഇവനാണ് കൊള്ളാലോ, ഇവന് റോബോ ഡാൻസും അറിയാം. സണ്ണി. ഹായ് സണ്ണി. ഹായ് സണ്ണി. ആഹാ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എവിടെന്നാ വന്നത് നീ? ബെൽജിയം. ആഹാ, നീ ബെൽജിയത്തിനാണോ വരുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ബെൽജിയം എന്നാ. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യേ. നിനക്ക് ഭയങ്കര തടിയാ, കാണാൻ നന്നായിട്ടില്ല. ഡാ, നീ എന്നെ തടിയാന്ന് വിളിക്കുന്നോ? ഈ പാവത്തിനോടാണോ തല്ലു പിടിക്കാൻ പോകുന്നേ? ആ പറഞ്ഞത് ശരിയാ, കാരണം ഇത് നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ. അപ്പൊ ഇതിന് തരേണ്ടത് നിങ്ങൾക്ക് തന്നാ മതി. അയ്യോ, ഇതിന്റെ ഇടയ്ക്ക് എവൻ അങ്ങോട്ട് പോയി. ദേ അവന്റെ കാലടയാളം. കൂട്ടുകാരെ, ദേ ഈ വഴി. എടാ, ഇത് വിനോദിന്റെ കാൽപ്പാടുകളാണല്ലോ. എനിക്ക് തോന്നുന്നത് അവൻ ഇതുവഴിയാണ് വന്നതെന്ന്. വാ, നമുക്ക് ഈ അടയാളം പിന്തുടരാം. അച്ഛനെ കിട്ടി, എന്റെ അച്ഛനെ കിട്ടി. അയ്യോ, ഓടിക്കോ. കിട്ടിപ്പോയി. എന്ത് കിട്ടിപ്പോയെന്നാടാ ഈ പറയുന്നത്? ഇല്ല, വേറെ ഒന്നുമില്ല. ഞങ്ങൾ അടുത്ത പടത്തിന്റെ ഹീറോ കിട്ടിയെന്നാ പറഞ്ഞത്. ഞങ്ങൾ പടം നിർമ്മിക്കാൻ പോവാണ്. അതെയോ, പടമോ? ഇവന്മാര് തന്നെയല്ലേ നമ്മളെ അപ്പോൾ പിന്തുടർന്നു കൊണ്ടിരുന്നത്? ഇവന്മാരാ തേനീച്ചകളുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ പടത്തിന് വേണ്ടി ലൊക്കേഷൻ നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തേനീച്ചകളുടെ അടുത്തേക്ക് പോയത്. അപ്പോഴാ നിങ്ങൾ അവിടെ വെച്ച് കണ്ടത്. നിങ്ങൾ ഹീറോസിനെ പോലെ ഉണ്ട്. ഹീറോസിനെ പോലെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നോണ്ട് എന്ത് കിട്ടാൻ പോവുക? നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. ഒരു ബോട്ടിൽ തേന്. Look at this guys. What a hero. Tall, dark, handsome. ഹീറോ തന്നെ, യഥാർത്ഥ ഹീറോ. ഇദ്ദേഹവും ഹീറോ തന്നെ. ഇതാണ് വില്ലൻ.
ഹണി വില്ലൻ. നിങ്ങളെല്ലാവരും ഹീറോസിനെ പോലെ തന്നെയുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. നോ ഒരു പ്രോബ്ലമും ഇല്ല. എല്ലാം കൊള്ളാം. എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ്. അതാണ് ശരി. നിങ്ങൾക്ക് എന്താ ആരെയും താഴേക്ക് ഇറക്കുന്ന സ്വഭാവമേ ഇല്ലേ? മുകളിൽ നിന്ന് അങ്ങനെ താഴേക്ക് ഇടുകയാണ്. നിങ്ങൾ കരടികളോ അതോ ക്രൈനോ? ആ ശരി, എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ആദ്യത്തെ സീനിൽ നിങ്ങൾ വില്ലനിൽ നിന്നും തല്ലുകൊള്ളുന്നു. പിന്നീട് നിങ്ങൾ ഫേമസ് ആകും. ഹണി, എല്ലാ ഹീറോസിനെയും മേക്കപ്പ് ചെയ്യ്. എടാ ഒരു മിനിറ്റ്. എടാ ഇതിലെ വില്ലൻ ആരാടാ? തേനീച്ചകളാണ് വില്ലൻ. ലൈറ്റ് ക്യാമറ ആക്ഷൻ. കട്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഒന്നുകൂടെ തല്ല്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ഇമോഷൻ വേണം. ഇമോഷൻ. തുടങ്ങാം. ആക്ഷൻ മാസ്റ്റർ, അവരെ സഹായിക്ക്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആക്ടിംഗ് ഒന്നും അറിയില്ല. നല്ല ഷോട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ ഷൂട്ടിംഗ് തുടർന്നോളൂ. അയ്യോ ചേട്ടന്മാരെ, ഇതുപോരാ. എനിക്ക് ഡാൻസിനെ കുറിച്ച് ഇനി അറിയണം. കാരണം PMA MP അതെന്തുവാ? എന്ന് വെച്ചാൽ പ്രാക്ടീസ് മാൻസ് മാൻ പെർഫെക്റ്റ്. നീ ഈ ഷോർട്ട് ഫോം ഉണ്ടാക്കുന്ന നേരത്ത് അതിന്റെയൊക്കെ ഫുൾ ഫോം തുറന്നങ്ങോട്ട് പറഞ്ഞുകൂടെ? അതിന്റെയൊക്കെ ഫുൾ ഫോം അങ്ങോട്ട് തുറന്ന് പറഞ്ഞൂടെ? എന്താ ചേട്ടനിപ്പോ ഈ പറഞ്ഞത് ശരി തന്നെയാ. ഇനി ഞാൻ എങ്ങനെ പറയാം? ഓക്കെ, അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ ഞാൻ നിനക്ക് നീ മൂൺ ഫ്ലൈ പറഞ്ഞു തരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അത് മൂൺ വോക്കാണ്. എടാ എനിക്ക് ചിറകുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് മൂൺ ഫ്ലൈ പഠിപ്പിക്കാൻ പറ്റും. സംശയമുണ്ടോ? ഞാൻ ഗുരുവിനെ തെരഞ്ഞെടുത്ത് തെറ്റിപ്പോയെന്നാ തോന്നുന്നത്. ചേട്ടൻ എനിക്ക് ബെല്ലി ഡാൻസ് പഠിപ്പിച്ചതാ. അത് വളരെ എളുപ്പാണ്. ആദ്യം 2 കൈയും പൊക്കണം, എന്നിട്ട് പറ ഹോയ് നീ എന്റെ ഉയരാണ് ഉയരേ, ഹോയ് ബല്ലേ ബല്ലേ. ദാ ഇത്രേ ഉള്ളൂ ബല്ലേ ബല്ലേ ഡാൻസ്. അതെ, GK. GK ഗോപാലകൃഷ്ണൻ. അതെ, അത് ഫുൾ ഫോം അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് GK വളരെ കുറവാണെന്നാണ്. എന്നാ വരൂ, നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാം. വരൂന്നേ. ആ, 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 ആ. നാളെ ഡാൻസ് കോമ്പറ്റീഷൻ ആണ്. ദേ അവൻ അവിടെ കിടന്ന് വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഓ, ഇവന് ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മച്ചി വല്ലാതെ വിശക്കുന്നു. എന്താണ് കഴിക്കുക? ആ? ഹ? വേഗം പോ നമുക്ക് പാനിപ്പൂരി കഴിക്കാം. ചേട്ടാ എനിക്ക് റവ ഇട്ടത്. എനിക്ക് മസാല ഇട്ടതാ വേണ്ടത്. ആ? ഉം. ആ? വെള്ളം വേഗം വെള്ളം താ. ഞാൻ ചോദിച്ചു റോഡിൽ കിടക്കുന്ന വെള്ളമല്ല, കുടിക്കാനുള്ള വെള്ളം താ. ഇവന് മധുരം കൊടുത്താൽ ശരിയാവും. ഇപ്പോൾ മധുരത്തിന് എവിടെ പോകാനാണ്? അത് ഞാൻ പോയി നോക്കാം. ആ ഇതാ കിട്ടിപ്പോയി. ദാ കൂട്. വേണ്ട ഞാൻ കൂടൊന്നും കഴിക്കില്ല. അത് വളരെ വലുതായിരിക്കും. എടാ ഞാൻ പറഞ്ഞത് കൂട് കഴിക്കാനല്ല, അത് തേനീച്ച കൂടാ. അതിൽ തേനുണ്ട്. വേഗം വാ. തേനീച്ച ചേച്ചി, വേഗം 1 പ്ലേറ്റ് തേനിങ്ങി കൊണ്ടുവാ. 1 പ്ലേറ്റ് തേനോ? ഞാൻ എന്താടാ ഇവിടെ ഹോട്ടലോ മറ്റോ നടത്തുവാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്താ പൂച്ചയാണോ തന്തൂരിയാണോ? ഇവന്റെ വായിലും മൂക്കിലും ചെവിയിലും ഒക്കെ ആവി പറക്കുവാണല്ലോ. ഇവൻ വല്ലാത്ത എരി കഴിച്ചു പോയി. അതിനു വേണ്ടിയാ തേൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് ഇവന് കൊടുക്കണ്ട എന്നാണ്. കവിത പറയാതെ എങ്ങനെ തേൻ കൊടുക്കാൻ കഴിയും? ആരാണിത്? കണ്ടിട്ടൊരു ട്യൂബ് ലൈറ്റിനെ പോലെ ഉണ്ടല്ലോ. ഹൂ ഈസ് ഹി? ട്യൂബ് ലൈറ്റോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പേരെന്താണെന്ന് പറയേ. ട്യൂ ആണ് എന്റെ പേര്. മുഴുവൻ പേര് തുളസി ഭായ്. അപ്പൊ നീ എപ്പോഴും പറമ്പിലാണ് ഉണ്ടാവുകയല്ലേ? കാരണം എന്റെ പറമ്പിൽ മുഴുവൻ തുളസിയാണ്. അവരെ രക്ഷിക്ക്. അവർക്ക് പറക്ക് പറ്റൂ.
ചക്കരെ ചക്കരെ ഞങ്ങളെ കളി പഠിപ്പിക്കാൻ വരല്ലേ? വന്നാ ഞങ്ങൾ ഇതുപോലെ പഠിപ്പിക്കും. വാ, മറ്റു സ്ഥലങ്ങളിലെ തേനീച്ചകൾക്ക് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം. ആ പോകാം. ഒരു മിനിറ്റ്, ഈ കൂട് കൂടി പൊട്ടിച്ചിട്ട് പോയേക്കാം. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതാണ് ഇവർക്കുള്ള ശിക്ഷ. ഇവരെന്താ ഈ കാണിക്കുന്നത്? ആ പാവത്തങ്ങളുടെ കൂടും പൊട്ടിച്ചു. അവരെ വിടരുത്. പിടിക്കേ. വേഗത്തിൽ പോ. വേഗത്തിൽ പോ, വേഗത്തിൽ പോ, വേഗത്തിൽ പോ. ഒന്ന് വേഗം പോ. ഇനിയും വേഗത്തിൽ, വേഗത്തിൽ. വേഗത്തിൽ പോ. ഇനിയും വേഗത്തിൽ.